ഇനിയെങ്കിലും നമ്മുടെ മക്കളോട് ഉപദേശിക്കുന്നത് നിർത്തിയിട്ടില്ലെങ്കിൽ നമ്മുടെ മക്കൾ കൈവിട്ടു പോകും. നമുക്ക് ഉപദേശം ഇഷ്ടമല്ല. ഉപദേശം എന്ന് പറഞ്ഞാൽ മനുഷ്യരുടെ വിചാരം ആജ്ഞാപിക്കുക എന്നുള്ളതാണ്. ആജ്ഞാപിക്കുന്ന മാനേജറുടെ അടിയിൽ വർക്ക് ചെയ്യാൻ നമുക്ക് ഇഷ്ടമാണോ? അല്ല. ആജ്ഞാപിക്കുന്ന ഭാര്യ, ആജ്ഞാപിക്കുന്ന ഭർത്താവ് ഇഷ്ടമല്ല, ആർക്കും ഇഷ്ടമല്ല. അതുപോലെ തന്നെയാണ് മക്കൾ. എന്നിട്ടും അവർ ഇപ്പോഴും നിൽക്കുന്നത് എന്തുകൊണ്ടാണെന്നറിയാം? ഡിപ്പെൻഡഡ് ആണ്. പൈസ കിട്ടേണ്ടി വരും, ഇന്ന കാര്യങ്ങൾ കൊടുക്കേണ്ടി വരും. ഇതൊക്കെ നമ്മുടെ അടുത്തുണ്ട്. പക്ഷേ ഇതൊക്കെ സ്വന്തമായിട്ട് അധ്വാനിച്ചുണ്ടാക്കാൻ കഴിയുമെന്നൊരു ചിന്ത വരുന്നത് വരെ അവർ നിൽക്കുകയുള്ളൂ. അത് കഴിഞ്ഞാലോ പുറത്തേക്ക് പോകും. മാത്രമല്ല, ഈ സമയത്ത് അവർ ഏറ്റവും കൂടുതൽ ഫ്രണ്ട്സിൻ്റെ ഒപ്പം ആയിരിക്കും ഉണ്ടാവുക. ഫ്രണ്ട്സിൻ്റെ ഒപ്പം പോകണം, പക്ഷേ ഏറ്റവും സേഫായിട്ടുള്ള സ്ഥലം മാതാപിതാക്കളാണ് എന്ന ഫീലിംഗ് അവർക്ക് കൊടുക്കാൻ പറ്റണം. അല്ലെങ്കിൽ അവർ മോശം കൂട്ടുകെട്ടിൽ പോയി പോകും, മോശമായിട്ടുള്ള പ്രണയങ്ങളിൽ പോയി പോകും, വലിയ വലിയ വിഷമങ്ങളിലേക്ക് നിങ്ങളുടെ മക്കൾ പോവുക. ആ ചേർത്ത് പിടിക്കൽ അതെങ്ങനെ കൊടുക്കാമെന്നറിയോ? റെസ്പെക്റ്റിലൂടെയാണ്. നമ്മുടെ മക്കളെ റെസ്പെക്റ്റ് ചെയ്യില്ല. പലപ്പോഴും നമ്മളെന്താ വിചാരിച്ചെന്നറിയാം, അത് ഇങ്ങോട്ട് കിട്ടേണ്ട സാധനം നല്ല അങ്ങോട്ടും കൊടുക്കണം. നമ്മളെക്കാളും അവരെ സ്നേഹിക്കാൻ ആർക്കാണ് കഴിയുക? ആ ഒരു ഫീലിംഗ് ആണ് അവർക്ക് ഈ സമയത്ത് വേണ്ടത്. നമ്മുടെ വിവേകം അവർക്ക് ഈ സമയത്ത് വേണം എന്ന് ഭാഷ പിടിച്ചാൽ അത് അനീതിയല്ലേ? കാരണം ആ വിവേകം നമുക്ക് അവരുടെ പ്രായത്തിൽ ഉണ്ടായിട്ടില്ല. ചേർത്ത് പിടിക്കാൻ പറ്റണം. ചേർത്ത് പിടിക്കപ്പെട്ട മക്കളുണ്ടല്ലോ, ഇമോഷണലി സെക്യൂർഡ് ആയിട്ട് വളർന്ന മക്കളായിരിക്കും. ഇനിയെങ്കിലും